ഡേ 1 അവസാനിച്ചപ്പോൾ ഇന്ത്യ 300 റൺസിനകത്ത് 5 വിക്കറ്റ് കൊണ്ട് കളഞ്ഞു. ഇന്ത്യക്ക് ടോസ് കിട്ടി. ഏറ്റവും നിർണായകം ഇവിടെ ടോസ് കിട്ടുക എന്നുള്ളതായിരുന്നു. ആദ്യത്തെ ടെസ്റ്റിലും രണ്ടാമത്തെ ടെസ്റ്റിലും ഇന്ത്യക്ക് ടോസ് കിട്ടി. ഇവിടെ ഇന്ത്യക്ക് ഒരു 400-500 റൺസ് ഇനി ഇന്ത്യക്ക് കണ്ടെത്താൻ കഴിയൂ. കുറഞ്ഞത് ഒരു 400+ സ്കോറെങ്കിലും ഇന്ത്യക്ക് ഈ ഒരു ബാറ്റിംഗ് പിച്ചിനകത്ത് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു ചോദ്യം. നമുക്കറിയാം ഇവിടെ ബോളർമാർക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല. ചില വിക്കറ്റൊക്കെ നമ്മൾ കൊണ്ട് കളഞ്ഞതാണ്. ഇവിടെ സ്പിന്നർക്ക് ഒറ്റ ഒരു വിക്കറ്റാണ് കിട്ടിയത്. സോ വലിയ ബെനിഫിറ്റ്സ് കിട്ടാത്ത ഒരു പിച്ചിനകത്ത് ഇന്ത്യ 300 റൺസിനകത്ത് 5 വിക്കറ്റ് കൊണ്ട് കളഞ്ഞു. ഇവിടെ ഒരു 4 വിക്കറ്റ് ആയിരുന്നെങ്കിലും വലിയ തരക്കേടില്ലാത്തൊരു പൊസിഷനിലായിരുന്നു എന്ന് പറയായിരുന്നു. 284 റൺസിനകത്ത് ഇന്ത്യയുടെ 3 വിക്കറ്റ് പോയി. ദേവത് പടിക്കലിന്റെ വിക്കറ്റ് അവിടെ പോയി. എന്നാൽ രവീന്ദ്ര ജഡേജയും ജുറേലും കൂടെ ചേർന്ന് അവിടെ സ്കോറിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിട്ട് തോന്നി. എന്നാൽ ഡേ അവസാനിക്കുന്നതിന്റെ അവസാനത്തെ ഓവറിനകത്ത് രവീന്ദ്ര ജഡേജയുടെ വിക്കറ്റ് പോയപ്പോഴത്തേന് ഇന്ത്യ അല്പം ബാക്ക് ഫുട്ടിലോട്ട് പോയി. അതിനകത്ത് 1-2 കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഋഷഭ് പന്ത് ഇവിടെ വന്ന് ബാറ്റ് ചെയ്യാൻ കഴിയുമല്ലോ എന്ന് നമുക്കറിയത്തില്ല. ഋഷഭ് പന്ത് ആൾറെഡി ഇഞ്ചുറി ആയിട്ട് കയറിപ്പോയി. സിദ്ധാംശു കോട്ടക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് വന്ന് പറയുന്നത് കേട്ടു, വരും ബാറ്റ് ചെയ്യും നാളെ എന്ന് പറഞ്ഞു. പക്ഷെ എത്രമാത്രം ഫുള്ളി ഫിറ്റ് ആണെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ വയ്യ. ഒരു അൺഓർത്തഡോക്സ് ഷോട്ട് കളിക്കാൻ വേണ്ടി പോയി, അവിടെ ഇഞ്ചുറി ആയിട്ട് ഋഷഭ് പന്ത് കയറിപ്പോയി. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ന്യൂ ബോളാണ് ശ്രീലങ്കയുടെ കയ്യിലിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ കുക്കുംബുര ബോളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ ബോളിനകത്ത് ബോളർമാർക്ക് വിക്കറ്റ് കിട്ടാറേ ഇല്ല. പുതിയ ബോൾ എടുക്കുമ്പോഴത്തേനാണ് ഇവിടെ പൊതുവെ വിക്കറ്റ് കിട്ടാറുള്ളത്. ഫസ്റ്റ് ടെസ്റ്റിനകത്തും രണ്ടാമത്തെ ദിവസം നമ്മൾ 7 വിക്കറ്റ് കൊണ്ട് കളഞ്ഞു 170 റൺസിനകത്ത്. സോ അതുപോലെ ന്യൂ ബോളാണ് ശ്രീലങ്കയുടെ ഇരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം സുധാർ, സരാൻഷ് ജെയിൻ ഡെബ്യൂട്ടായിട്ട് കളിക്കുന്നു. അതിന്റെ എല്ലാവിധ പ്രഷറും കാണും. ഋഷഭ് പന്ത് എത്രമാത്രം ഫിറ്റ് ആണെന്നുള്ള കാര്യം അറിയില്ല. ഇവിടെ ഒരു ഇന്ത്യക്ക് ഒരു 400-450 റൺസ് എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം ഇനി നാളത്തെ ദിവസം ഇവിടെ ശ്രീലങ്ക ഇന്ത്യ ആദ്യത്തെ ഒരു 1 അവറിനകത്തോ അല്ലെങ്കിൽ ആദ്യത്തെ സെഷനകത്തോ ഓൾ ഔട്ട് ആക്കും. പിന്നെ ശ്രീലങ്കയ്ക്ക് 2 സെഷൻ കിട്ടും. ഡേ 2 പൊതുവെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടാണ് പറയപ്പെടുന്നത്. ഇവിടെ ബോളർമാർക്ക് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല. എക്സ്ട്രാ ബൗൺസ് ഉണ്ട് പേസ് ബോളർമാർക്ക്, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഈ പിച്ചിനകത്ത് ബോളർമാർക്ക് വേണ്ടിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് ശ്രീലങ്കയ്ക്ക് 2 സെഷൻ നാളെ ഇന്ത്യ ബാറ്റിംഗ് കൊടുക്കുക എന്ന് വെച്ചാൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. മേ ബി അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സോ ഇന്ത്യ 2 വിക്കറ്റ് അല്ലെങ്കിൽ 1 വിക്കറ്റ് എക്സ്ട്രാ എന്നുകൊണ്ട് കളഞ്ഞു. ചില അനാവശ്യമായിട്ടുള്ള ഷോട്ടുകൾ കളിച്ച് ഇന്ത്യ വിക്കറ്റ് കൊണ്ട് കളഞ്ഞു. ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ ദേവത് പടിക്കലിനെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ ആർക്കും കഴിയുന്നില്ല. ഒരു 50 ഓവറിന്റെ മെത്തേഡിൽ അല്ലെങ്കിൽ T20യുടെ മെത്തേഡിൽ എല്ലാവരും വന്നിട്ട് ക്വിക്ക് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചിട്ട് പോകുന്നു. ഒരു ലോങ് ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല. ഇവിടെ ദേവത് പടിക്കലിന്റെ ഇന്നിങ്സ് അങ്ങോട്ട് മാറ്റി വെച്ച് ആർക്കും വലിയൊരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ദേവത് പടിക്കലിന് 2 ചാൻസ് കിട്ടി. ഒന്ന് ഡക്കിൽ കയറി പോകേണ്ടതായിരുന്നു, മറ്റൊന്ന് 1 റൺസ് എടുത്തപ്പം കയറി പോകേണ്ടതായിരുന്നു. അവിടെ അവർ ക്യാച്ച് കൊണ്ട് കളഞ്ഞു. എന്നാൽ അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു സെഞ്ചുറി ആക്കാൻ, മറ്റൊരു സെഞ്ചുറി ആക്കാൻ ദേവത് പടിക്കലിന് കഴിഞ്ഞു. മറ്റൊരു ദേവത് പടിക്കലാവാൻ ആർക്കും കഴിയുന്നില്ല. ഒരു ലോങ് ഇന്നിങ്സ് പടുത്തുയർത്താൻ ആർക്കും കഴിയുന്നില്ല. ഇതാണ് ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയൊരു ദൗർബല്യം. ന്യൂസിലാൻഡ് സീരീസിനകത്ത് നമ്മൾ പരാജയപ്പെട്ടപ്പോഴും സൗത്ത് ആഫ്രിക്ക സീരീസ് പരാജയപ്പെട്ടപ്പോഴും ദേവത് പടിക്കലിനെ കൊണ്ട് ഒരു പ്ലെയർ ഇല്ലായിരുന്നു. ഇത് ഒരു ബെഞ്ചിലിരിക്കേണ്ട ഒരു പ്ലെയർ. സായി സുദർശൻ ഇഞ്ചുറി ആയതിന്റെ പേരിൽ ദേവത് പടിക്കൽ വന്ന് പെർഫോമൻസ് ചെയ്യുന്നു. അതിന്റെ പേരിൽ ഇന്ത്യക്ക് ആദ്യത്തെ ടെസ്റ്റ് ജയിക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ ടെസ്റ്റ് ഒരു 300 റൺസ് ആദ്യത്തെ ഡേയിൽ സ്കോർ ബോർഡിൽ വെക്കാൻ കഴിഞ്ഞു. ദേവത് പടിക്കലിന്റെ ഒരു ബ്രില്യൻസ് കൊണ്ട് മാത്രം. ദേവത് പടിക്കലിന്റെ ആ ഒരു ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഒരു സ്റ്റാർട്ട് കിട്ടി. യശസ്വി ജയ്സ്വാൾ, രവീന്ദ്ര ജഡേജയ്ക്ക്, ശുഭ്മാൻ ഗില്ലിന് ഒരു സ്റ്റാർട്ട് കിട്ടി. അതിനെ ഒരു ലോങ് ഇന്നിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് ഇന്നിങ്സുകൾ വേണം. ഷോർട്ട് ഇന്നിങ്സുകൾ കളിച്ചിട്ട് കാര്യമില്ല. ഓരോ സെഷനും 3 സെഷനും നിർണായകമാണ്. ആദ്യത്തെ സെഷൻ ഷെയർ ആയിരുന്നു, രണ്ടാമത്തെ സെഷൻ ഇന്ത്യ തിരിച്ചു വരുന്നു. എന്നാൽ മൂന്നാമത്തെ സെഷനകത്ത് ഇന്ത്യ 2 വിക്കറ്റ് കൊണ്ട് കളയുന്നു. മേ ബി ഇന്ത്യയുടെ പക്ഷത്തോട്ടും വരാം, ശ്രീലങ്കയുടെ പക്ഷത്തോട്ടും നാളെ പോകാം. ശ്രീലങ്ക ഇവിടെ നോക്കുവാണെങ്കിൽ ഹാപ്പി ആയിരിക്കാം. അവർക്ക് തോന്നും മേ ബി ജുറൈലിന്റെ വിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് നാളെ തിരിച്ചു വരാൻ കഴിയും. ഒരു 350 റൺസിനകത്ത് ഇന്ത്യ ഒതുക്കാനായിരിക്കും അവർ ശ്രമിക്കുക. സോ നാളത്തെ ദിവസം, നാളത്തെ ഒരു ഫസ്റ്റ് സെഷൻ 1 അവർ വളരെ നിർണായകമായിരിക്കും ഇന്ത്യൻ ടീമിന്. എക്സ്പെഷ്യലി ജുറൈലിന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ ആയിട്ട് ടീമിലേക്ക് ഇട്ടേക്കുവാണ് ജുറൈൽ അത് പ്രൂവ് ചെയ്യട്ടെ. ഒരു ലോങ് ഇന്നിങ്സ് സരാൻഷ് ജെയിൻ്റെ കൂടെ മാനവ് സുധാറിന്റെ കൂടെ ചേർന്ന് അല്ലെങ്കിൽ ഋഷഭ് പന്തും കൂടെ ചേർന്ന് ഒരു ഇന്ത്യ ഒരു 400+ റൺസ് കണ്ടെത്താൻ കഴിയട്ടെ. ഇനി ഇന്നത്തെ മത്സരത്തിലോട്ട് വരുവാണെങ്കിൽ KL രാഹുൽ ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ പോയൊരു ബോൾ സ്ക്വയർ കട്ട് കളിക്കാൻ വേണ്ടി പോകുന്നു, വിക്കറ്റ് കൊണ്ട് കളയുന്നു. അതായത് 7th സ്റ്റമ്പിൽ കിടന്ന ഒരു ബോൾ എത്തി വലിഞ്ഞ് വിക്കറ്റ് കൊണ്ട് കളയുന്നു. സെയിം മെത്തേഡ് ഇംഗ്ലണ്ടിൽ എങ്ങനെയാണോ ഔട്ടായത്, ഇംഗ്ലണ്ടിൽ എങ്ങനെയാണോ വിക്കറ്റ് കൊണ്ട് കളഞ്ഞത്, അതേ പാറ്റേണിനകത്ത് ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ അവർ ബോൾ ചെയ്യുന്നു, സ്ക്വയർ കട്ട് കളിക്കാൻ വേണ്ടി പോകുന്നു, വിക്കറ്റ് കൊണ്ട് കളയുന്നു.
ഓക്കെ ആദ്യത്തെ ഇന്നിങ്സിനകത്ത് സ്കോർ ചെയ്തു. പക്ഷേ ഓപ്പണിംഗ് ഒരു പാർട്ണർഷിപ്പ് ഇന്ത്യക്ക് ഇവിടെ കിട്ടുന്നില്ല. KL രാഹുൽ വിക്കറ്റ് കൊണ്ട് കളയുന്നു. ചിലപ്പോഴൊക്കെ നമുക്ക് ലബുഷേനായിട്ടൊക്കെ തോന്നും ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പോലെ. ഇന്ന് അവിടെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതായിരുന്നു. അനാവശ്യമായ ഒരു ഷോട്ട് കളിച്ചു വിക്കറ്റ് കൊണ്ട് കളഞ്ഞു. മറ്റൊരാൾ യശസ്വി ജയ്സ്വാൾ ഒരു T20 മോഡൽ അല്ലെങ്കിൽ ഒരു 50 ഓവറിന്റെ മോഡലിൽ വന്നിട്ട് ക്രിക്കറ്റ് കളിച്ചു. 45 റൺസ് എടുത്തു. പക്ഷേ ഒരു ലോങ് ഇന്നിങ്സ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഇംഗ്ലണ്ടിലാണ് അവസാനമായിട്ട് ഒരു ലോങ് ഇന്നിങ്സ് കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ടിലാണ് ഒരു സെഞ്ചുറി എടുത്തത്. വെസ്റ്റ് ഇൻഡീസിനെതിരാണ്ട് എടുത്തു. വെസ്റ്റ് ഇൻഡീസ് ഒരു വലിയ ടീം അല്ലല്ലോ. ഒരു ലോങ് ഇന്നിങ്സ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഒരു 30-35 റൺസ് വരുമ്പോഴത്തേന് യശസ്വി ജയ്സ്വാളും വിക്കറ്റ് കൊണ്ട് കളയുവാണ്. ഒരു ലോങ് ഇന്നിങ്സ് എത്ര നാളായി യശസ്വി ജയ്സ്വാളിന്റെ കണ്ടിട്ട്. ഫെർണാണ്ടോ വന്ന് റൗണ്ട് ദ വിക്കറ്റിൽ പോയിട്ട് ഒരു ആംഗിൾ ഡെലിവറി എറിയുന്നു. അവിടെ ഫുഡ് വർക്ക് കറക്റ്റായിട്ട് ഇല്ലായിരുന്നു. കറക്റ്റായിട്ട് ആ ബോളിനെ ജഡ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഫുഡ് വർക്ക് ഇല്ലാത്തതുകൊണ്ട് ബൗൾഡായിട്ട് കയറി പോകുന്നതായിട്ട് വന്നു. അവിടെ ബോർഡറുമായിട്ട് ഒരു ആർഗ്യുമെന്റിന് പോകുന്നതായിട്ട് കണ്ടു. അവിടെ ചെറിയൊരു പുഷിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി മാച്ച് റെഫറി എന്ത് ആക്ഷനാണ് യശസ്വി ജയ്സ്വാളിനെതിരെ എടുക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല. മേ ബി 5 ടെസ്റ്റ് വരെ നഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ ഒരു ഡീമെറിറ്റ് പോയിന്റിനകത്ത് ഒതുക്കിയേക്കാം. ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വാഗ്വാദത്തിന് വേണ്ടിയാണ് അവിടെ പോയത്. ബാറ്റ് കൊണ്ട് പെർഫോമൻസ് ചെയ്യേണ്ടതായിരുന്നു യശസ്വി ജയ്സ്വാൾ സെക്കൻഡ് ഇന്നിങ്സിനകത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ഇന്നിങ്സിനകത്ത്. ഒരു ചാൻസ് കൊടുത്തു, ബോളർ എന്തെങ്കിലും പറഞ്ഞു കാണും. പക്ഷേ അവിടെ ആ ഒരു ബോഡി കോൺടാക്റ്റിന് പോകേണ്ട ആവശ്യമില്ലായിരുന്നു യശസ്വി ജയ്സ്വാൾ പെർഫോമൻസ് ചെയ്യുക. ഒരു 30-35 റൺസ് വരുന്നുണ്ട്. പക്ഷേ ടെസ്റ്റിന് വേണ്ടത് ഒരു ലോങ് ഇന്നിങ്സ് ആണ്. ദേവദത്ത് പടിക്കലിനെ കൂടെ ഒരു ലോങ് ഇന്നിങ്സ് ആണ് വേണ്ടത്. അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇതേ ഒരു സാഹചര്യം വരും. എല്ലാ ദിവസവും ദേവദത്ത് പടിക്കലിന് വന്ന് പെർഫോമൻസ് ചെയ്തെന്ന് വരത്തില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യശസ്വി ജയ്സ്വാളിനെ കൂടെയുള്ളവരെ പെർഫോമൻസ് വരേണ്ടത്. ശുഭ്മാൻ ഗില്ലും ദേവദത്ത് പടിക്കലും കൂടെ ചേർന്ന് ഒരു 100 റൺസിന്റെ പാർട്ണർഷിപ്പ് കണ്ടെത്തി. അവർ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു. പക്ഷേ അവരുടെ ശ്രീലങ്കയുടെ ടാക്ടിക്സ് വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. അവർക്ക് പിച്ചിൽ നിന്ന് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാതെ വന്നപ്പോഴത്തേന്, സ്പിന്നർമാർക്ക് വിക്കറ്റ് കിട്ടാതെ വന്നപ്പോഴത്തേന് അവർ നെഗറ്റീവ് ബോൾ എറിഞ്ഞു. അവർ ലെഗ് സ്റ്റമ്പിൽ ബോൾ ഇട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. ശുഭ്മാൻ ഗിൽ ലീവ് ചെയ്തു. ഏകദേശം ഒരു ഹാഫ് അവർ റൺസ് വന്നതേയില്ല. പിന്നെ അവർ പ്ലാൻ ചേഞ്ച് ചെയ്തു. ഓഫ് സൈഡിനകത്ത് അവർ ഫീൽഡ് ഓപ്പൺ ചെയ്തിട്ടിട്ട് ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് ഇട്ട് കൊടുത്തു ശുഭ്മാൻ ഗില്ലിന്. അതുവരെ ഡോട്ട് ബോൾസ് കളിച്ചുകൊണ്ടിരുന്ന ശുഭ്മാൻ ഗിൽ വിചാരിച്ചു ഓക്കെ ഞാനൊരു ഷോട്ടിന് വേണ്ടി പോകാൻ വേണ്ടി ശ്രമിച്ചു. ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപിൽ വന്നൊരു ബോൾ, ഒരു 5th 6th സ്റ്റംപിൽ വന്നൊരു ബോൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. വിക്കറ്റ് കൊണ്ട് കളയുന്നു. കോട്ട് ബീഹനായിട്ട് ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് അവിടെ എടുത്തു. ട്രാപ്പ് ചെയ്ത് ശുഭ്മാൻ ഗില്ലിനെ എടുത്തതാണ്. അവർ നെഗറ്റീവ് ബോൾ എറിഞ്ഞു. അവർ റൺസ് കൊടുത്തില്ല. ഒരു ഹാഫ് അവർ റൺസ് കൊടുത്തില്ല. ഫീൽഡ് ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തു. സ്ക്വയർ കട്ടിന് വേണ്ടി പോയി. അവിടെ ശുഭ്മാൻ ഗില്ലിനെ അവർ തൂക്കി. ദേവദത്ത് പടിക്കൽ വന്ന് പിന്നെയും പ്രൂവ് ചെയ്യുന്നു. കോൺക്രീറ്റ് ചെയ്ത് വെക്കുന്നു തന്റെ പൊസിഷൻ. നമ്പർ 3 എന്നെ ഇനി എന്ത് പറഞ്ഞ് മാറ്റുമെന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു എല്ലാവരുടെ മുമ്പിൽ. ദേവദത്ത് പടിക്കലിന്റെ പെർഫോമൻസ് കണ്ടു നമ്മൾ. ദേവദത്ത് പടിക്കലിന്റെ ഒരു പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യൻ ടീമിന് എന്ത് പറ്റുമെന്നുള്ളതും വലിയൊരു ചോദ്യമായിരുന്നു. 4 കളികളിൽ നിന്നായിട്ട് 2 സെഞ്ചുറി എടുക്കുന്നു. 80ന്റെ ആവറേജിൽ വന്നിട്ട് ബ്രില്യൻറ്റ് ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു. നമ്മുടെ ഒരു മലയാളി ആയിട്ടുള്ള ദേവദത്ത് പടിക്കൽ ബ്രില്യൻറ്റ് ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇന്ത്യ മാച്ചിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നാളത്തെ ഒരു ദിവസം വളരെ നിർണായകമായിരിക്കും ഇന്ത്യക്ക്. നാളത്തെ ഒരു ഫസ്റ്റ് അവർ ന്യൂ ബോളിനെ പഴകേണ്ടതായിട്ടുണ്ട്. ന്യൂ ബോൾ വളരെ എഫക്റ്റീവാണ്, കുക്കുംബര ബോൾ. സോ ന്യൂ ബോളിനെ പഴകേണ്ടതായിട്ടുണ്ട്. ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യാൻ വരേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്ക് ഒരു 400+ സ്കോർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്ക് നാളെ ഒരു 3 സെഷനെങ്കിലും കളിക്കാൻ കഴിയുവാണെങ്കിൽ അത്രയും നല്ലത്. എത്രയും കുറച്ച് സെഷൻ ശ്രീലങ്കയ്ക്ക് കൊടുക്കുക സെക്കൻഡ് ഡേയും എനിക്ക് തോന്നുന്നു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിച്ച് തന്നെ ആയിരിക്കാം. ഡേ 3 എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് സെഷൻ വരെ ബാറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പിച്ചാണെന്ന് തോന്നുന്നു. ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു പിച്ചാണെന്നാണ് തോന്നുന്നത്. സോ ഇവിടെ നാളെ ജുറേലിന്റെ ബാറ്റിങ്, ഋഷഭ് പന്തിന്റെ ബാറ്റിംഗ് ഒക്കെ വളരെ നിർണായകമായിരിക്കും. ഇന്ത്യക്ക് ഒരു 400+ സ്കോർ കണ്ടെത്താൻ കഴിയുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും.